സർ, വനം വന്യജീവി വകുപ്പ് വനം വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 243.80 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് മലയോര കർഷകരും മറ്റ് ജനങ്ങളും വന്യജീവി ആക്രമണങ്ങളുടെ ഭീഷണിയിലാണ്. കേരളത്തിലെ കടുവ, പുലി എന്നിവയുടെ ശാസ്ത്രീയ സെൻസസ് നടത്തി അവയെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നിയമവിധേയമായ നടപടി സ്വീകരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തും. ഇതിനായി ആകെ 192.20 കോടി രൂപ വകയിരുത്തുന്നു. വന്യജീവി ശല്യം ഏറെ രൂക്ഷമായ പ്രദേശങ്ങളിൽ കൂടുതൽ RRT സംഘത്തെ വിന്യസിക്കും. സർ, പരിസ്ഥിതി വകുപ്പ് പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾക്കായി 22.02 കോടി രൂപ വകയിരുത്തുന്നു. വായു, ജലം, ഭൂമി, പ്രകാശ മലിനീകരണം തടയുന്നതിന് സീറോ ടോളറൻസ് നയം നടപ്പിലാക്കും. 2050 കേരളത്തെ പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കും. സോയിൽ കാർബൺ സെക്വസ്ട്രേഷൻ വർദ്ധിപ്പിക്കുന്ന കൃഷിരീതികൾ പ്രോത്സാഹിപ്പിച്ച് കാർബൺ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സംസ്ഥാനതല സംവിധാനം രൂപപ്പെടുത്തി കർഷകർക്ക് നേരിട്ടുള്ള സാമ്പത്തിക നേട്ടം ഉറപ്പാക്കും. സർ, മലയോര കർഷകക്ഷേമം മലയോര മേഖലയിൽ ബഹുവിള കൃഷിരീതി മൾട്ടി ക്രോപ്സ് പ്രോത്സാഹിപ്പിക്കും. ഇതിനായി ആവശ്യമായ നിയമനിർമ്മാണം നടത്തും. മലയോര മേഖലയിൽ പട്ടയ വിതരണത്തിന് തടസ്സമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സമയബന്ധിതമായി പരിഹാരം കാണും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ CHR കേസ് 1964 റൂൾ, പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ കേസ് എന്നിവ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വേഗത്തിലാക്കി കർഷക താൽപ്പര്യം സംരക്ഷിച്ച് പട്ടയ വിതരണം പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കും. ഏലം പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാൻ പാടില്ലെന്ന സർക്കാർ ഉത്തരവ് നിയമവിധേയമായി പുനഃപരിശോധിക്കും. പട്ടയഭൂമിയിൽ നിലവിലുള്ള നിർമ്മാണങ്ങൾ ഉപാധിരഹിതമായി ക്രമവൽക്കരിച്ചു നൽകും.